തിരുവനന്തപുരം പാപ്പനംകോട്ടെ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന് സംശയം. ന്യൂ ഇന്ത്യ അഷ്വറൻസ് ഏജൻസിയുടെ ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ 2 പേരാണ് മരണപ്പെട്ടത്. ജീവനക്കാരിയായ വൈഷ്ണയും ഒരു പുരുഷനുമാണ് മരിച്ചത്. അതേസമയം തീപിടുത്ത കാരണം വ്യക്തമല്ലെന്നും വിശദമായി അന്വേഷണം നടത്തണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ പറഞ്ഞു. ഇടിയുടെ സൗണ്ട് കേട്ട്, ഇങ്ങനെ ശബ്ദം കേട്ടോണ്ട് ഞാൻ വിചാരിച്ച് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കണ്ണാടി നോക്കിയോണ്ട് മുകളിൽ ആളി കത്തുന്നത് പോലെ തോന്നി. ഞാൻ അപ്പം പെട്ടെന്ന് ഞാൻ ഇറങ്ങി ഓടി, ആരുമില്ലായിരുന്നു. അപ്പം ഞാൻ മക്കളെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ ഒരു ഇതിന് ഞാൻ വെളിയിൽ ഇറങ്ങി ഓടി. അവിടെ എന്ത് സംഭവം നടന്നു എടുത്തു എന്നുള്ള കാര്യം എനിക്കറിഞ്ഞില്ല. പ്രാഥമികമായിട്ട് അറിയാൻ വയ്യ. അതിപ്പോൾ ആക്സിഡൻ്റായിട്ട് ഫയർ ആക്സിഡൻ്റ് ആണ്. ഫയർ ആക്സിഡൻറ്റ് കാരണമെന്നാണ് നോക്കിയ ശേഷം അറിയാൻ പറ്റും. നോക്കാം, അതവിടെ എല്ലാം ഫയർ, അതെല്ലാം അവിടെ സിറ്റുവേഷൻ അനുസരിച്ച് ബാക്കി നോക്കാം എന്താണ് സംഭവിച്ചത്. ഒരു 1-1.5. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, കത്തിയതാണോ കത്തിച്ചതാണോ, എന്തുകൊണ്ടാണ് ദുരൂഹത എന്ന് പറയുന്നത്? അനിൽ നമ്പ്യാർ, സംഭവത്തിന് തൊട്ടു മുമ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ചെറിയ ബഹളം കേൾക്കുന്നതായി അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടായിട്ടുള്ള ചില ആളുകൾ പറയുന്നുണ്ട്. അതാണ് ഈ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉണ്ട് എന്ന് പറയുന്നത്. ചെറിയ കടയിൽ തന്നെ ചെറിയ ബഹളം കേട്ടതായിട്ടാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായതായിട്ട് പറയുന്നത്. അതിനുശേഷമാണ് ഈ വലിയ തോതിലൊരു സ്ഫോടനം ഉണ്ടാകുകയും പൊട്ടിത്തെറി ഉണ്ടാകുകയും ചെയ്തത്. അതേ തുടർന്നാണ് പിന്നീട് ഈ പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയും തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതാണ് ഇപ്പോൾ ഒരു ദുരൂഹത ഉണ്ട് എന്ന് പറയുന്നത്. നാട്ടുകാരടക്കം ഇങ്ങനൊരു ഇത്തരത്തിലൊരു ദുരൂഹത ഉണ്ടെന്നും പറയുന്നുണ്ട്. മറ്റൊന്ന്, മരണപ്പെട്ട മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഒരു പുരുഷനാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമല്ല, എന്നാൽ പുരുഷനാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. മറ്റ് ഫോറൻസിക്കിൻ്റെ വിദഗ്ധരും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വിദഗ്ധരും അടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവം നടന്നതെന്നതിൽ കൃത്യമായിട്ട് ഒരു വിവരം ലഭിക്കുകയുള്ളൂ. എന്നാൽ മറ്റൊരു വിവരം എന്ന് പറയുന്നത്, ഈ മരണപ്പെട്ട വൈഷ്ണവയ്ക്ക് ചില കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ള വിവരവും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പലരും പറയുന്നുണ്ട്, അങ്ങനൊരു വിവരവും പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു. സംഭവത്തിന് തൊട്ടു മുമ്പ് ചില അസ്വാരസ്യങ്ങൾ, അതായത് ഈ സ്ഥാപനത്തിൽ ചില ഒച്ചപ്പാടുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ സമീപത്തുണ്ടായിരുന്ന ചിലർ സമീപ പ്രദേശവാസികളടക്കം പറയുന്നുമുണ്ട്. അതിലും എത്രത്തോളം കാര്യമുണ്ട് എന്നടക്കമുള്ളതിൽ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. പോലീസും സംഭവ സ്ഥലത്ത് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, മറ്റ് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട വൈഷ്ണവയെ പറ്റിയിട്ടും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നൊരു വിവരം കൂടിയാണ് ഏറ്റവും പുതിയതായിട്ട് പറയാൻ കഴിയുന്നത്. അതിൽ സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ വിദഗ്ധരെത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധനകൾ നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഇലക്ട്രിസിറ്റി വിഭാഗത്തിൽ നിന്നുള്ള അധികൃതരും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി സ്ഫോടനം ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമാണോ എന്നടക്കമുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട്. നേരത്തെ AC പൊട്ടിത്തെറിച്ചതാകാം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നൊരു പ്രാഥമിക നിഗമനമുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. വൈഷ്ണവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം വല്ലതും ആയിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള വിശദ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. അത്തരം കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടക്കുന്നതായിട്ടാണ് വിവരം. മറ്റ് കടകളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലും ഈ സംഭവം ആദ്യമായി കണ്ടവരടക്കമുള്ളവരെയെല്ലാം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം മൊഴികളും രേഖപ്പെടുത്തുന്നുണ്ട്. തുടർന്നായിരിക്കും മറ്റ് നടപടികളിലേക്ക് പാപ്പനംകോട് തീപിടുത്തത്തിൽ ദുരൂഹത. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.